SKSSF കയ്പമംഗലം മേഖല സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രബോധനം സംശുദ്ധം പരിപാലനം സെഷനിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടലും പിരിയലും ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമുഖമായി കൂടുതലൊന്നും സംസാരിക്കാതെ തന്നെ ദഅവത്തിനെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷത്തെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. 23 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അറേബ്യ എന്നടങ്കം ഇസ്ലാമിന്റെ വെള്ളിവെളിച്ചം പരത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി അറഫ മൈതാനിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു വിടവാങ്ങൽ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ വെച്ച് പറഞ്ഞു, ഉദഉ ഇലാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇസ്ലാമിന്റെ വ്യക്തമായ ആദർശങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കോലത്തിൽ, ഞാൻ ഈ പറഞ്ഞ മട്ടത്തിൽ നിങ്ങൾ ജീവിച്ചു മുന്നേറണമെന്ന് അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം ഒരു വസിയ്യത്ത് കൂടി റസൂലുള്ളാഹി നടത്തിയിട്ടുണ്ട്. അവസാനമായ ഒരു വസിയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു, അലാ ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ, അലാ ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ. ഇവിടെ സന്നിഹിതരായ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പലതരത്തിലുള്ള സന്ദേശങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ വ്യക്തമായ പ്രമാണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഓതിക്കേൽപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം ഇനി വരാനിരിക്കുന്ന എന്റെ ദർശനങ്ങൾ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹാബാക്കളോട് വസിയ്യത്ത് ചെയ്യുകയുണ്ടായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അലാ ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ. ഇവിടെ സന്നിഹിതരായ ആളുകൾ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് എന്റെ സന്ദേശം പറഞ്ഞു കൊടുക്കണം എന്നതിന്റെ ഉദ്ദേശ്യം ഇസ്ലാം, അതിന്റെ മൂല്യങ്ങൾ, അതിന്റെ സന്ദേശങ്ങൾ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിന്, ഇനി വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിലെ ജനങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണമെന്നാണ്. നമ്മൾക്കറിയാം, ഈ ഒരു വസിയ്യത്തിന് ശേഷം അറേബ്യയിൽ നിന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക്, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളുടെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിലേക്ക്, ഇന്ത്യയുടെ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് റസൂലുള്ളാഹിയുടെ സ്വഹാബാക്കൾ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾക്കറിയാം, കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ മാലിക് ദീനാറും കൂട്ടരും കപ്പലിറങ്ങിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സുഹൃത്തുക്കളെ നമ്മളുടെയൊക്കെ അവസ്ഥ? എന്തൊരു കൾച്ചറായിരിക്കും നമ്മൾ പിൻപറ്റുക? ഏതൊരു സംസ്കാരത്തിന്റെ അവകാശികളായിരിക്കും നമ്മൾ ആരാധനാമൂർത്തികളായിക്കൊണ്ട് എന്തിനെല്ലാം പിന്തുടരുമെന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ തൗഹീദിലും ഈ ഇസ്ലാമിലും ഈ ഈമാനിലും അല്ലാഹുവിലും റസൂലിലുമെല്ലാം നമ്മൾ വിശ്വസിക്കാനുണ്ടായിട്ടുള്ള ഒരേയൊരു ഛേദോധികാരം, അത് മാലിക് ദീനാറും കൂട്ടരും കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി വന്നു. അവർ നമ്മൾക്ക് ഇസ്ലാമിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പകർന്നു തന്നു എന്നുള്ളത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിന്റെ ഹിദായത്ത്, സന്മാർഗം സിദ്ധിക്കാൻ നമ്മൾക്ക് സാധിച്ചു എന്നതിൽ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. എന്നാൽ ആ സന്മാർഗം പുൽകിക്കൊണ്ട് നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ. ആ സന്മാർഗം സ്വീകരിച്ചുകൊണ്ട് നാം മാത്രം സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോരാ.
നമ്മളുടെ സഹോദര സമുദായ അംഗങ്ങൾക്ക് കൂടി നാം ഈ ഇസ്ലാമിന്റെ വ്യക്തമായ മൂല്യങ്ങൾ പകർന്നു നൽകേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ വ്യക്തമായ സന്ദേശങ്ങൾ നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മളുടെ ഹിദായത്ത് പരിപൂർണമാവുകയുള്ളൂ. ഏതൊരു മുഅ്മിനിന്റെയും ഏതൊരു മുസ്ലിമിന്റെയും ധർമ്മമാണ്, അവന്റെ ദൗത്യമാണ്, അവന്റെ അയൽപ്പക്കക്കാരൻ അതല്ലെങ്കിൽ അവന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുക എന്നുള്ളതല്ല. നമ്മളുടെ സഹോദരൻ അമുസ്ലിമാണെങ്കിൽ ഈ ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. നമ്മളുടെ ലക്ഷ്യം ഈ സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. അള്ളാഹുവാണ് ഓരോരുത്തരെയും മുസ്ലിമാക്കുന്നത്, ഓരോരുത്തർക്കും ഹിദായത്തിന്റെ കൈത്തിരി നൽകുന്നത്. അത് അള്ളാഹുവാണ്. നമ്മൾക്കറിയാമല്ലോ, ഉത്തരാധുനിക കാലത്ത് ആധുനിക സാങ്കേതിക വിദ്യകളും അതിനൂതന കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളും പുരോഗതിയുടെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഈ ഉത്തരാധുനിക കാലത്ത് പ്രബോധനത്തിന് വലിയ വലിയ സാധ്യതകളാണ്. വാട്സപ്പും അതുപോലെ തന്നെ ഫേസ്ബുക്കും തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സൈറ്റുകൾ ഉപയുക്തമാക്കിക്കൊണ്ട് വിപ്ലവാത്മകമായ മുന്നേറ്റം നമ്മൾക്കിതിൽ നടത്താൻ സാധിക്കും. നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ക്രൈസ്തവ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്ത് റിലീജിയസ് വെബ്സൈറ്റുകളിൽ, മതപരമായ വെബ്സൈറ്റുകളിൽ 65% ക്രൈസ്തവരുടെ വെബ്സൈറ്റുകളാണ്. ക്രൈസ്തവരുടെ വെബ്സൈറ്റുകളാണ് 65%. അത് കഴിഞ്ഞാൽ പിന്നീട് സയനിസ്റ്റുകളുടേതാണ്. പിന്നീട് സയനിസ്റ്റുകളുടെ മൂല്യവും അവരുടെ നിലപാടുകളും വ്യക്തമാക്കുന്ന വെബ്സൈറ്റുകളാണ് ഇപ്പോഴുള്ളത് കൂടുതൽ. അതെല്ലാം കഴിഞ്ഞ് 10 അതല്ലെങ്കിൽ 20 30% മാത്രമാണ് ഇസ്ലാമിക സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ തരത്തിലുള്ള വെബ്സൈറ്റുകൾ നിലവിലുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്തരാധുനിക കാലത്ത് ഇതുപോലത്തെ നൂതന കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഫേസ്ബുക്കും വാട്സപ്പുമെല്ലാം ആവശ്യമില്ലാതെ അനാവശ്യമായി ഉപയോഗിക്കുന്ന നമ്മൾ അതിനെയെല്ലാം അള്ളാഹുവിന്റെ ദീന് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടെ സഹോദരങ്ങൾക്കിടയിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ, ചാഞ്ചല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിനാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനിരിക്കുന്ന ഈ സെഷൻ പ്രബോധനം, സംശുദ്ധം, പരിഭാവനം എന്നുള്ള ഈ സെഷനിൽ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സമസ്ത കേരള സീനിയർ സ്റ്റുഡൻസ് ഫെഡറേഷൻ നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തോടനുബന്ധിച്ചിട്ടുള്ള ഓരോ പഠന സെഷനുകളിലാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഇനി വരാനിരിക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ നമ്മൾക്ക് ഉപയുക്തമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വാക്കുകളായിക്കൊണ്ട് മാറ്റുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.